ഹലോ. രാവിലെ 2:30 മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ച. പോകുന്നത് വേറെങ്ങുമല്ല കേട്ടോ, ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ആദ്യമായി പൊങ്കാല ഇടുന്നതിൻ്റെ ആകാംക്ഷയും എനിക്കുണ്ട് കേട്ടോ. തിരുവനന്തപുരം തുടങ്ങുമ്പോഴേ ഓരോ സ്ഥലങ്ങളിലും പൊങ്കാല ഇടാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റോഡിൻ്റെ 2 സൈഡുകളിലുമായിട്ട്. തലേ ദിവസം മുതലേ പൊരുവെയിലത്ത് സ്വന്തം അടുപ്പ് പിടിച്ചിടുന്ന തിരക്കിലാണ് എല്ലാവരും. പോകുന്ന വഴിയിലൊക്കെ നല്ല തിരക്കാണ്, തിരക്കോട് തിരക്ക്. ഞങ്ങൾ പോയത് പത്മനാഭൻ്റെ നടയിലൂടെയാണ് കേട്ടോ. തിരക്ക് നിയന്ത്രിക്കാൻ ഒരുപാട് പോലീസുകാരും കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. റോഡിൻ്റെ 2 സൈഡുകളിലും മോരും വെള്ളവും സ്ക്വാഷ് കലക്കിയതും കുടിവെള്ളവും എല്ലാം നൽകിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കുടിച്ച് നോക്കുമ്പോൾ ദേ മുട്ടനൊരു ക്യൂ. അന്നദാനത്തിൻ്റെയാണേ. ഞങ്ങളുടെ ചേച്ചിമാർ ഇവിടെ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് കരുതി അമ്പലനടയിലേക്ക് വെറുതെ നടന്നു. കാണാൻ ഒരുപാട് നല്ല കാഴ്ചകൾ. അന്നദാനത്തിന് പുറമേ വയറൊക്കെ തണുപ്പിക്കാൻ തണ്ണിമത്തനൊക്കെ കിട്ടിയിട്ടുണ്ടേ. ചേച്ചിമാരെ അങ്ങനെ ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും അവരിവിടെ വന്നാണ് നിൽക്കുന്നത്. ഒരുപാട് സമയമുണ്ടായതുകൊണ്ട് ഞങ്ങൾ കുളിച്ചുരുങ്ങി പത്മനാഭൻ്റെ മണ്ണിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴികളിലെല്ലാം അടുപ്പുകളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആഹാര സാധനങ്ങളുമുണ്ട്. പോകുന്ന വഴികളിലൊക്കെ പൊങ്കാലയ്ക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. പത്മനാഭൻ്റെ നടയിലേക്ക് കയറാൻ പറ്റിയില്ലെങ്കിലും അവിടം വരെ ഒന്ന് പോയി തൊഴണമെന്നൊരാഗ്രഹമുണ്ടായിരുന്നു. കണ്ടപ്പോൾ കണ്ണു തള്ളിയ അവസ്ഥ. ജനലക്ഷങ്ങളുടെ വൻ തിരക്ക്. പോകുന്ന വഴിയിലും പൊങ്കാല ഇടാനുള്ള തിരക്കാണ്. അങ്ങനെ പത്മനാഭൻ്റെ നടയിൽ നിന്നും ഫോട്ടോ എടുത്ത് തിരികെ പോകേണ്ടതായിട്ട് വന്നു. സാരമില്ല, വേറൊരു ദിവസം നന്നായി പോയി തൊഴാം. തിരിച്ചു വരുന്ന വഴിയിലൊക്കെ അന്നദാനങ്ങളാണ് എല്ലാ സൈഡുകളിലും. അങ്ങനെ ഞങ്ങൾ കഞ്ഞിയും പയറൊക്കെ കുടിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ ഞങ്ങൾ മനസ്സിന് സന്തോഷം തരുന്ന കുറേ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ആറ്റുകാൽ പൊങ്കാല തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. ഇത് നേർച്ചയാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല കേട്ടോ. കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇനി പൊങ്കാല വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.